അടുത്ത മാസമാണ് ഓണമൊക്കെ കഴിഞ്ഞിട്ട് CPM-ൻ്റെ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാന കമ്മിറ്റിയല്ല, വിശാല സംസ്ഥാന കമ്മിറ്റിയാണ്. പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഈ അപജയവും പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. തിരിച്ചടികളെക്കാളെല്ലാം ഉപരി അതിൽ ഇന്നിപ്പം വന്നിരിക്കുന്ന വാർത്ത CPM ജെൻസി മോഡിലേക്ക് മാറാനുള്ള ശ്രമം. അതായത് ഈ നമ്മുടെ ഡൽഹിയിലെ പാറ്റ സമരമൊക്കെ കണ്ടല്ലോ, അത് മൊത്തം യൂത്ത് ആയിരുന്നു അവിടെ. അപ്പോൾ അത്തരത്തിലേക്ക് യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് അവരുടെ മാറ്റണം. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ ഈ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും എന്നാണ് പറയുന്നത്. കോഴിക്കോട് വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ പക്ഷേ തോന്നുന്നത് CPM ഇത് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് ചിരിക്കാനാണ്. കാരണം ഇവർ ഇത്ര ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഞങ്ങൾ ഈ ട്രോളന്മാരൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായിട്ടൊരു ഫോട്ടോ ഉണ്ട്. നസീറിന്റെ പണ്ടി ഒരു ഉണ്ണി മുഖത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പോൾ ഈ അത് ചിലപ്പോൾ ട്രോളന്മാർ ഈ നേതാക്കളൊക്കെ ഇതുപോലെ നിലപാടൊക്കെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതേപോലെ ആദ്യം ഇടത്തുള്ളത് പിന്നെ അടുത്ത ഫോട്ടോ കാണിക്കും, വലത്ത് ഈ ഉണ്ണി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം CPM ഇത്തരത്തിൽ മാറുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു സംഭവമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മളിത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആരാ? എല്ലാ സംസ്ഥാന അല്ലെങ്കിൽ കൺവീനറായിട്ട് ഇതിന്റെ തലപ്പത്ത് വരുന്നത് പിണറായി വിജയനെ പോലുള്ള നേതാക്കള്, MV ഗോവിന്ദനെ പോലുള്ള നേതാക്കള്, റഹീമിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവരിതുപോലെ ജെൻസി മോഡിലേക്ക് മാറുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയണം, നമ്മൾ ഈ തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറി എന്ന് പറയാം. താളല്ലേ കറി എന്നുള്ളത് അത് കറക്റ്റാണ്. ആ നിഗമനം കൃത്യമാണ്. കാരണം ഇവർ മാറണ്ടേ? ഇവരെങ്ങനെ മാറ്റും? ഈ പിണറായി വിജയനും MV ഗോവിന്ദനും നാളെ സ്വഭാവം മാറും നമ്മൾ കരുതുന്നുണ്ട്? ഒരിക്കലും മാറാൻ പോകണില്ല. ഇവരെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരെ സ്വഭാവം മാറ്റാൻ നടക്കൂല. ഇവരെ പറഞ്ഞു വിടുക മതി. നിങ്ങൾ ഇത്രയും നാളും പാർട്ടിയെ കൊണ്ട് നേടാൻ പറ്റുന്നത് എല്ലാം നേടി, കുടുംബത്തിനും 10 തലമുറക്കുള്ളതും സമ്പാദിച്ചു. ഇനി നിങ്ങളെ പോയിക്കോ, നിങ്ങൾ ഇനി വിശ്രമ ജീവിതം നയിക്കും. EMS ഒക്കെ എത്രയോ അന്തസ്സായിട്ട് ഇതുവരെ കയറിക്കാതെ EMS 77 മത്സരിച്ചിട്ടില്ല. ഇവിടാണ് അതാ പറഞ്ഞത്. ഇപ്പം ഇവിടെ ഈ പറയുന്ന പോലെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ഇവര് ജെൻസി മോഡിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാതല്ല വേറെ വഴിയില്ല. അതെ, ഇല്ലെങ്കിൽ ജെൻസികൾക്ക് എന്തെങ്കിലും മോശം വശം ഉണ്ടെങ്കിൽ അതങ്ങനെ സ്വീകരിക്കാനേ സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ജെൻസി സമരം അങ്ങനെ ജെൻസി മോഡലാവാനുള്ള ഒരു സാധ്യതയൊന്നും ഞാൻ നോക്കിയിട്ട് ഒറ്റോട്ടത്തിന് കാണുന്നില്ല. മാത്രമല്ല, ഈ വിശാല സംസ്ഥാന സമിതി യോഗം വളരെ ലളിതമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അടുത്ത വാർത്ത. എന്ന് വെച്ചാൽ ഭക്ഷണം, താമസം, മറ്റ് ഇതൊക്കെ ലളിതമായിരിക്കും. അല്ലാതെ ആഡംബരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിശാല സംസ്ഥാന സമിതി യോഗമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമുക്കറിയാം CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവമാണ്. വലിയ ഭക്ഷണവും ഭയങ്കര ആഡംബരം നിറഞ്ഞ ഒരു വലിയ പരിപാടിയായിരിക്കുമല്ലോ. ഇതൊക്കെ പൈസ ജനങ്ങളിൽ ഇത് പിരിച്ചതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എത്ര നേതാക്കൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും ഈ ലളിത ജീവിതം? ഇപ്പം നെയ്മീനില്ലാതെ ഊണ് കഴിക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ രാത്രി അണ്ടിപ്പരിപ്പ് പാലിൽ അരച്ച് ഇലക്കി കുടിച്ചാൽ ഉറക്കം വരുള്ളൂ എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. മാത്രമല്ല, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവരുടെ പറയുന്ന വേഷവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ DYFയുടെ ഒക്കെ നേതാക്കൾ, അല്ലെങ്കിൽ നേതാക്കൾ പോലെ ഹാഫ് ഷൂ ആണ് ഇപ്പോൾ ധരിക്കുന്നത്. ഇത് പണ്ട് കേൾക്കാരനാരാണ് കേരളത്തിൽ ഒരു ഹാഫ് ഷൂ ധരിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾ. പിന്നീട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഹാഫ് ഷൂ ധരിക്കും. ഞാനൊരു നേതാവായി എന്നുള്ളതിൻ്റെ സൂചന പോലെ ഈ ഹാഫ് ഷൂവിനെ കാണാം. ഇപ്പോൾ DYF നേതാക്കന്മാർ എല്ലാവരും ഈ ഹാഫ് ഷൂ ഇല്ല, ഹാഫ് ഷൂ അല്ല വടി പോലെ തേച്ച മുണ്ട് കൊടുത്തവരിങ്ങനെ വടി പോലെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവരെ മുഴുവൻ ഇനി മാറ്റിയെടുക്കുക, ലളിത ജീവിതത്തിലേക്ക് നിങ്ങൾ പോകാൻ പറഞ്ഞാൽ എത്ര പേര് അനുസരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഈ ജെൻസിയുടെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് പോയിന്റ് ആണ് അവർക്ക് വേണ്ടത്. നമ്മൾ അതിന് ഏറ്റവും ഉദാഹരണം സംസാരിക്കുന്ന ഭാഷ, അതിനകത്ത് വലിയൊരു കാര്യമാണ്. ന്യൂജൻ വേർഡുകൾക്കൊക്കെയാണ് അതിൽ പ്രാധാന്യമെങ്കിൽ പോലും സംസാരിക്കുന്ന ഭാഷ ലളിതമാകുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഡൽഹി സമരത്തിലൊക്കെ ആണെങ്കിലും അവർ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും അല്ല, ലളിതമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ അറിയാം, ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകാത്ത കുറെ വാക്കുകൾ ശങ്കരാടി കുമാരമുള്ള സാറ് പറയുന്ന ഭാഷ, പ്രതിക്രിയാവാദി, വിഘടനവാദിയൊക്കെ പറയും. തക്കം പാർത്തിരിക്കായിരുന്നു. ഇങ്ങനെ മനുഷ്യന് മനസ്സിലാകാത്ത കുറച്ച് ഭാഷ പറയുമ്പോൾ ആരായിരിക്കും ഇത് ശ്രദ്ധിക്കാൻ നിൽക്കുക? ഈ ഇടയ്ക്ക് കമ്മിറ്റികൾ നടന്നിടത്തൊക്കെ MV ഗോവിന്ദനെ കളിയാക്കിയത്, പാർട്ടി അണികൾ കളിയാക്കിയത് പറഞ്ഞാൽ ഇയാൾ ചാംചാന്നുള്ള പാട്ട് പോലെയാണ് സംസാരിക്കുന്നതെന്ന്. അതിൻ്റെ മകൻ പോലും ചോദിച്ചു, അച്ഛൻ കണ്ണാടി നോക്കിയിട്ടല്ലേ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിണറായിയുടെ ആരും പറയാനില്ല. അല്ല, ഇവിടാണ് നമ്മൾ ഈ BJP ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും താരതമ്യം ചെയ്യേണ്ടത്. കാരണം അവരുടെ നേതാക്കൾ എന്ന് പറയുന്നത് അവർ പറയുന്ന പോയിന്റുകൾ ഷാർപ്പാണ്, ലളിതമായ ഭാഷയാണ്, ആളുകളിലേക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ വീഡിയോ സെർച്ചിനെ കണ്ടുപിടിക്കണം.
സഹാക്കന്മാർ. വി ഡി സതീഷ് ഇപ്പം നമ്മളെ കൃത്യമായ ഭാഷയാണ്. അതിപ്പോൾ അത് ആ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസിന്റെ മുൻ MLA. അദ്ദേഹം ഇപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല റീച്ചാണ്, ഒരു പോസ്റ്റ് ഇട്ടാൽ നല്ല റീച്ചാണ്. കാരണം അദ്ദേഹം അതിനകത്ത് പറയുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പോയിന്റുകളാണ്, ആളുകൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. ഇതിന് പകരം നമ്മളൊരു ഡിവൈഎഫ്ഐക്കാരൻ്റെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറെ കുത്തിക്കുറിച്ചിട്ട് എല്ലാവരും ഗോവിന്ദ മാഷിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ MAVയ്ക്ക് പഠിക്കുകയാണ്. ഈ പിന്നെ സത്യാനന്തര കാലഘട്ടം, മറ്റേ സ്വരാജിന് പഠിക്കുകയാണ്. ഇതെന്ത് സാധനമാണ് ഇവർ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിങ്, സത്യാനന്തര കാലഘട്ടം, ഇതൊന്നും പറഞ്ഞ സാധാരണക്കാരൊന്നും മനസ്സിലാവില്ല. ഇവര് ജെൻസി മാറ്റത്തിലേക്ക് വരുമ്പോഴും ജെൻസിയുടെ ഭാഗത്ത് ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവ് വേണമല്ലോ. അങ്ങനെ നോക്കി ഇവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ജെക്സി തോമസ് ആയിരിക്കും കാണിക്കുക. അദ്ദേഹം വന്ന് ചാനൽ ചർച്ചകൾ ഇരുന്ന് തേഞ്ഞു മടങ്ങുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ളത്. പലപ്പോഴും അദ്ദേഹത്തെ ഒരു സഹതാപം നമുക്ക് തോന്നുന്നത്. കാരണം ഒരു ചാനൽ ചർച്ചയെ പോലും വന്ന് വിജയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സഹതാപം തോന്നുന്ന ആളുകളുണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തൽക്കാലം ലീസിന് എടുക്കുക ആളുകളെ, വേറെ എവിടെയെങ്കിലും പോയി ബുദ്ധിയുള്ള വേറെ ഉള്ളവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തണം. എന്നിട്ട് ഇവരാണ് നമ്മുടെ മാതൃക എന്നാണ്. അതല്ലാതെ ഇവർ ഇടത്തേക്കാലം വന്ന് വലത്തേക്കാലോട്ട് മാറ്റിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇവരുടെ അടുത്തെല്ലാം പറയണം, നിങ്ങൾ ജെൻസികളാകൂ. പ്രധാന ഈ വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജെൻസി മോഡലിലേക്ക് മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ CPM ട്രോളുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മുണ്ടെടുത്ത് നമ്മൾ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റി, അത് നേരെ തിരുവനന്തപുരത്ത് വന്ന സംസ്ഥാന കമ്മിറ്റി, ഡൽഹി പോയ കേന്ദ്ര കമ്മിറ്റി. ഇതാണ് CPM മാറ്റം എന്ന് പറഞ്ഞാൽ പൊതുവെ ട്രോളന്മാർ ഉപയോഗിക്കുന്ന ഒരു ട്രോളാണ്. അപ്പം ഇവര് ജെൻസിയിലേക്ക് മാറുന്നു പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു മാറ്റം എന്നുള്ള ഇതേ ശൈലിയിലുള്ള മാറ്റം എന്നുള്ളതെ അപ്പുറത്ത് അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. നമ്മൾ മണിയാശാനൊക്കെ പിടിച്ച് ജെൻസിയാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, ഞാൻ പറയുന്നത് ഇതിലെ വലിയൊരു വിഭാഗം സീനിയേഴ്സിന് മാറി എന്നിട്ട് ആ പുതിയ തലമുറയെ കാര്യങ്ങളെ ഏൽപ്പിക്കണം. ഒപ്പം ഇവർ അവഗണിച്ചിട്ടിരുന്ന അതിൽ പ്രായമൊന്നുമില്ലാത്ത എത്രയോ പേരുണ്ട്. സുരേഷ് കുറുപ്പിനെയൊക്കെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, എത്രയോ അവരെ തിരിച്ചുകൊണ്ട് വരണം. ശശിധരൻ, അതുപോലെ EPR വസന്തൻ, കരുണാകരൻ, ഇവരൊക്കെ വലിയ നേതാക്കന്മാരായിരുന്നവരാണ്. ഇവരെല്ലാവരെയും ഇവർ ഒതുക്കി വീട്ടിലിരുത്തുകയാണ്. എത്രയോ പേരുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവന്ന് കൃത്യമായും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കേരളത്തിൽ CPM നശിച്ചുകൊള്ളണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ അങ്ങനെ വേണം. കാരണം ഒരു കൃത്യമായിട്ട് ഒരു ഭരണപക്ഷം ഉള്ളപ്പോഴും അതിനെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷം വേണം. അതെ, ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണം. മാത്രമല്ല, ഈ താഴെത്തട്ടിൽ നിന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്തുള്ളൊരു പാർട്ടിയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ അത് സത്യമാണത്. അവർ ബ്രാഞ്ച് തൊട്ടേ കൃത്യമായ ഒരു കേഡർ പാർട്ടിയാണ്. ഈ കുറേ നേതാക്കം വരുന്നുണ്ട് ഈ പാർട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയമാണ്, എനിക്ക് ശേഷം ഈ പാർട്ടി നശിച്ചു പോട്ടെ, ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഒരുത്തനും ഒന്നും നേടരുതെന്ന് വിചാരിച്ചുണ്ടാക്കുന്ന കുറേ കിളവ നേതാക്കന്മാരോട് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവർ ഉടനെ ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ജെൻസികൾ വരട്ടെ. എന്തായാലും ജെൻസി ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മളത് കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കണം.